പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവാടി എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന ജാതി മതഭേദമെന്നെ, സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് ആർക്കും വചനം വേണ്ട. വചനത്തിൻ്റെ സത്യം വിളിച്ചു പറഞ്ഞാൽ ആർക്കും കേൾക്കാൻ സമയമില്ല. എല്ലാവരും ഓട്ടം ഓടുകയാണ്. ഓടുന്നതിൽ കുഴപ്പമില്ല, അധ്വാനിക്കുന്നതിൽ കുഴപ്പമില്ല, ഒന്നിനും ഞാൻ എതിരുമല്ല, ആരെയും കുറ്റം പറയുന്നതുമല്ല. പക്ഷേ ദൈവവചന കേൾക്കേണ്ട സമയത്ത് കേൾക്കണം. ആമോസ് പ്രവാചകൻ്റെ വിളിച്ചു പറയുന്ന 8:11-12 ഇങ്ങനെ പറയുന്നു: അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവവചനം കേൾക്കേണ്ടതിന് ഒരിക്കൽ വിശപ്പ് വരും. അന്ന് വചനം കേൾക്കാൻ ഓടും, കിട്ടുകയില്ല. പക്ഷേ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എൻ്റെ ചിന്താവിഷയം അതല്ല. ദൈവവചനം ഇടുമ്പോൾ ചിലർക്ക് വീഡിയോ നീണ്ടുപോകുന്നു, ചിലർക്ക് അത് കുറ്റപ്പെടുത്തി പറയുന്നു. പലവിധ അഭിപ്രായങ്ങൾ. നല്ല കാര്യം, അഭിപ്രായം പറയുന്നത് നല്ലതാണ്. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അഭിപ്രായം ഇരുമ്പുളക്കൊന്നും അല്ലെന്ന്. അതുകൊണ്ട് അഭിപ്രായം പറയുന്നത് നല്ലതാണ്. പക്ഷെ വചനം കേൾക്കുക, ഗ്രഹിക്കുക, തിരിച്ചറിയുക, രുചിച്ചറിയുക, അനുഭവിച്ചറിയുക, ഈ 4 കാര്യം മനസ്സിലാക്കി പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ എൻ്റെ ഇന്നത്തെ ചിന്താവിഷയമെന്ന് പറയുന്നത് യഥാർത്ഥ കാവൽക്കാരനായ ക്രിസ്തുവും കാവൽക്കാരായ ശുശ്രൂഷകന്മാരും. യഥാർത്ഥ കാവൽക്കാരനായ ക്രിസ്തുവും കാവൽക്കാരായ ശുശ്രൂഷകന്മാരും. തിരുവചനാടിസ്ഥാനത്തിൽ ഈ കാവൽക്കാരെ കുറിച്ച് ഞാനൊരു ചിന്ത പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. അതിന് തിരഞ്ഞെടുത്ത വേദഭാഗമെന്ന് പറയുന്നത് തിരുവെഴുത്തെന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. കർത്താവ് എന്നോട്, നീ ചെന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ കാണുന്നത് അറിയിക്കുക. അപ്പോൾ ദൈവത്തിൽ നിന്ന് ദൈവം എന്താണ് കാണിക്കുന്നുവോ അത് മാത്രമേ പറയാവൂ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു യെശയ്യാവിനോട് അരുളി ചെയ്യുക, നീ ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് മാത്രം എന്നുള്ളൊരു പദമാണ്, നീ അറിയിക്കട്ടെ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ കാവൽക്കാരെ കുറിച്ച് 2-3 വാക്യങ്ങൾ ഞാൻ വായിച്ചതിന് ശേഷം ഞാൻ ആത്മീയ ദൂതിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അതിന് ഒന്നാമതായിട്ട് നോക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം തന്നെ 62-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യെരൂശലേമേ, ഞാൻ നിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ മിണ്ടാതിരിക്കയില്ല. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. 7-ാം വാക്യം പറയുന്നു, ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നവരെ, നിങ്ങളുടെ വിഷയത്തെ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം യഹോവയ്ക്ക് സ്വസ്ഥത കൊടുക്കരുതെന്ന്. അപ്പം കാവൽക്കാരെ യെരൂശലേമിൻ്റെ മതിലിന്മേൽ ആക്കി വച്ചിരിക്കുന്നു. ഈ കാവൽക്കാരെ യഹോവയായ ദൈവം കാവൽക്കാരെ യെരൂശലേമിൻ്റെ മതിലിന്മേൽ ആക്കി വെച്ചിരിക്കുന്നത് ഉറങ്ങാനല്ല. കഴിഞ്ഞ പ്രാവശ്യം ഉറങ്ങുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടു.
അപ്പോൾ ഉറങ്ങുവാനല്ല, ഏൽപ്പിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാനാണ്. അതിനാണ് കാവൽക്കാരെ ആക്കി വെച്ചിരിക്കുന്നത്. ഏത് സമയത്താണ് യുദ്ധം വരുന്നതെന്നും ഏത് സമയത്താണ് പ്രശ്നങ്ങൾ വരുന്നതെന്നും അറിയത്തില്ല. അതുകൊണ്ട് അവർ രാവോ പകലോ മിണ്ടാതിരിക്കുകയില്ല. ഇന്ന് വിവിധ മേഖലകളിൽ കാവൽക്കാരുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന് കാവൽക്കാരുണ്ട്, പ്രധാനമന്ത്രിക്ക് കാവൽക്കാരുണ്ട്. ഏത് വ്യക്തികളെ നിങ്ങൾ എടുത്തു നോക്കിക്കോ, കാവൽക്കാരുണ്ട്. പോലീസുകാർ, അവർ കാവൽക്കാരാ. തമിഴ് ട്രാൻസ്ലേഷൻ പറയുന്ന പോലീസ് സ്റ്റേഷന് കാവൽ നിലയം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു പോലീസുകാരനോട് ഞാൻ ചോദിച്ചു, ഈ പോലീസിന്റെ അർത്ഥം എന്താണ്? അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പോലീസിന്റെ വേല ചെയ്യുന്നു. ഒരു കാവൽക്കാരന് വേണ്ടതാ 5 കാര്യങ്ങൾ ആ പോലീസ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, അറിയത്തില്ലായിരിക്കാം. അറിയാവുന്ന പോലീസുകാരുണ്ടാവാം, അറിയാത്തവരുണ്ടായിരിക്കാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഇവിടെ ആത്മീയമായി കാവൽക്കാർക്കും അതേ അവസ്ഥ അതേ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഒന്ന്, പി, പൊളൈറ്റ്നസ്, മര്യാദ ഉണ്ടായിരിക്കണം. അത് പോലീസുകാർക്കായാലും മര്യാദ ഉണ്ടായിരിക്കണം, ആത്മീയമായി ശുശ്രൂഷിക്കുന്നവർക്കും മര്യാദ ഉണ്ടായിരിക്കണം. എല്ലാ മേഖലകളിലും നമുക്ക് മര്യാദ ഉണ്ടായിരിക്കണം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 13 പറയുന്നു, നാം പകൽ വെളിച്ചത്തിൽ എന്ന പോലെ നാം മര്യാദയ്ക്ക് നടക്കാൻ. അപ്പോൾ മര്യാദ ഉണ്ടായിരിക്കണം. ഞാൻ മര്യാദയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ആ ഭാഗം വിടുന്നു. എവിടെയാണ് മര്യാദ ഉള്ളത്? അതുകൊണ്ട് എല്ലാ മേഖലകളിലും നോക്കിയാലും മര്യാദകേടാ കാണിക്കുന്നത്. അപ്പം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പി, പൊളൈറ്റ്നസ്, മര്യാദ. ഓ, ഓബിഡിയൻസ്, അനുസരണ. ഇന്ന് അനുസരണയുള്ള എവിടെ ഉണ്ട്? അനുസരണ. ഭാര്യ ഭർത്താവിനെ അനുസരിക്കത്തില്ല, ഭർത്താവ് ഭാര്യയെ അനുസരിക്കത്തില്ല, മക്കളനുസരിക്കത്തില്ല. എവിടെ അനുസരണയുള്ള? ആത്മീയകുളത്തിൽ ആരാ അനുസരണയുള്ള? ഒരു കാവൽക്കാരന് വേണ്ട കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ആ പോലീസ് എന്നുള്ള പദത്തിൽ കിടപ്പുണ്ട്. അതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓ, ഒബിഡിയൻസ്. ഇന്നെല്ലാം ഡിസോബിഡിയൻസാ. ആദാമിനെ നോക്ക്, ഹവ്വായെ നോക്ക്, അവരനുസരണക്കേട് കാണിച്ചു. ദ ഫസ്റ്റ് കിങ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗൽ, അവൻ അനുസരണക്കേട് കാണിച്ചു. എവിടെ നോക്കിയാലും അനുസരണക്കേടാ. ദൈവവചനം പറയുന്നത് അനുസരിക്കത്തില്ല, ദൈവവചനത്തിന് കീഴ്പ്പെടത്തില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. പി, പൊളൈറ്റ്നസ്. ഓ, ഓബിഡിയൻസ്, അനുസരണ. ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല. എൽ, ലോയൽറ്റി, ആത്മാർത്ഥത. എവിടെയാണ് ആത്മാർത്ഥതയുള്ളത്? സിൻസിയാരിറ്റി, സത്യസന്ധത എന്നൊക്കെ ഉള്ള പദങ്ങൾ കിടപ്പുണ്ട്. ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ഒരു കാവൽക്കാരന് വേണ്ടത് 5 കാര്യമാണ് ഈ പറയുന്നത്. അതിൽ എത്ര കാര്യമുണ്ട്? നമ്മൾ തന്നെ, ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുക, നിങ്ങളെ ശോധന ചെയ്യുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ കൂട്ട് 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ പ്രവചിച്ചു, അയ്യോ നിങ്ങൾക്ക് കേട്ടോ. 6-ാം അധ്യായം 1 മുതൽ 6 വരെ വായിക്കുമ്പോൾ പറയുന്നു, അയ്യോ എനിക്ക് കേട്ടോ എന്ന്. അപ്പം ഞാൻ എന്നെ തന്നെ ഞാനങ്ങ് ശോധന ചെയ്യുക. എൽ, ലോയൽറ്റി. എന്താ അതിൻ്റെ അർത്ഥം? ആത്മാർത്ഥത, സിൻസിയറിറ്റി, സത്യസന്ധത. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഐ, ഇൻ്റലിജൻറ്റ്, ബുദ്ധി,
രണ്ടുവിധ ബുദ്ധികളാണ്. കുരുട്ടുബുദ്ധിയാണ് കൂടുതൽ. എങ്ങനെ ഒരുത്തനെ കൈക്കലാക്കാം, അല്ലെങ്കിൽ അവനെ വശത്തിലാക്കാം, അവനെ എങ്ങനെ കുരുക്കാം, കുരുട്ടുബുദ്ധി. അത് ആത്മീയകോണത്തിലുമുണ്ട് കുരുട്ടുബുദ്ധി, എല്ലാം പറയാമല്ലോ. അത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, പോലീസുകാർക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് മാത്രമല്ല, ആത്മീയരെന്ന് പറയുന്നവർക്കും കുരുട്ടുബുദ്ധിയാണ്. ഒരുത്തനെ എങ്ങനെ കുരുക്കാം, കുരുക്ക് പരിപാടിയാണ് കുരുട്ടുബുദ്ധി. അതല്ല ഇൻ്റലിജൻറ്റ് ബുദ്ധി. ബുദ്ധി കിട്ടണമെങ്കിൽ ദൈവവചനം പഠിക്കണം. 119 സങ്കീർത്തനം 99 100, 111 സങ്കീർത്തനം 111 സങ്കീർത്തനം 11 വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നല്ല ബുദ്ധിയുണ്ടെന്ന്. വയോധികന്മാരെക്കാൾ വിവേകമറിയവനും ബുദ്ധിയറിയവനുമാകുന്നുവെന്ന്. യോബിൻ്റെ പുസ്തകം 28:12 ഒരു കാര്യം പറയുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാരുടെ പട്ടിക അതിനകത്ത് കിടക്കുന്നു, കണ്ടുപിടുത്തങ്ങളുടെ പട്ടിക. എന്നിട്ട് ചോദിക്കും, ജ്ഞാനം എവിടെ കണ്ടു കിട്ടും, വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? ഇതൊന്നും അവർക്കറിയില്ല. അതിൻ്റെ 28 പറയുന്നു, യോബിൻ്റെ പുസ്തകം 28 പറയുന്നു, കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകമെന്ന്. വിസ്ഡം ആൻഡ് നോളജ്. അപ്പോൾ ഞാനെൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇൻ്റലിജൻറ്റ് ബുദ്ധി, സി കറേജ് ധൈര്യം. ഒരു പോലീസുകാരന് വേണ്ടത് ധൈര്യമാണ്. ഒരു ആത്മീയ കാവൽക്കാരന് വേണ്ടത് ധൈര്യമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരാം. ധൈര്യം ഉണ്ടാകണം. ആർക്കാ ധൈര്യമുള്ളത്? ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. സി കറേജ് ധൈര്യം. എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യൻസ് കാര്യക്ഷമത. ഈ 5 കാര്യത്തിൽ ഒരു കാവൽക്കാരനുണ്ടാകേണ്ട 5 കാര്യം. തമിഴ് ട്രാൻസ്ലേഷൻ കാവൽ നിലയം, പോലീസ് സ്റ്റേഷൻ. നമ്മൾ കാവൽക്കാരാ, ആത്മീയ കാവൽക്കാരാ. നമുക്കിതിനകത്ത് എന്തൊക്കെയുണ്ട്? അതാണ് എൻ്റെ ചോദ്യം. മര്യാദയുണ്ടോ ശുശ്രൂഷയിൽ? മറ്റുള്ളവരോട് മര്യാദ കാണിക്കാറുണ്ടോ? നിങ്ങൾ തന്നെ സ്വയം ശോധന ചെയ്തു നോക്കുക. ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ യെശയ്യാവിനോട് ദൈവം വിളിച്ചു പറയുക, കർത്താവ് എന്നോട് നീ ചെന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നതറിയിക്കട്ടെ. ഉണ്ടോ? അതേ യെശയ്യാ 62:6 പറയുന്നുണ്ട്, യെരുശലേമിൻ്റെ മതിൽമേൽ കാവൽക്കാരെ ആക്കി വെച്ചിരിക്കുക, ശത്രു ഏത് സമയവും ആക്രമിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലും കാവൽക്കാരുണ്ട്. അവർ ഊണില്ല, ഉറക്കമില്ല, ഏത് സമയത്തും അവർ റെഡിയായിരിക്കുകയാണ്. ഏത് സമയത്തും അറ്റാക്ക് നടക്കാം. തന്നെയല്ല, ഈ 2024 യുദ്ധം നടക്കും. തീരുന്നതിന് മുൻപ് രാജ്യങ്ങൾ തമ്മിൽ അടി നടക്കും. ഇന്ത്യയുമായിട്ട് ഫൈറ്റിംഗ് നടക്കും. നഗാരഗജഗതൽക്കമനം. നമുക്ക് പ്രാർത്ഥിക്കാം, ലോക രാജ്യങ്ങൾക്ക് സമാധാനം കൊടുക്കട്ടെ. ഭരണാധികാരികൾക്ക് സമാധാനം കൊടുക്കട്ടെ. സമാധാനം കിട്ടണമെങ്കിൽ യെശയ്യാ 9:6 പറയുന്നത് പോലെ സമാധാന പ്രഭുവിനോട് പ്രാർത്ഥിച്ചാലല്ലേ പറ്റൂ. എന്നാലല്ലേ സമാധാനം കിട്ടത്തുള്ളൂ. സമാധാന പ്രഭുവിനോട് പ്രാർത്ഥിക്കണം, സമാധാനം കിട്ടും. അതുകൊണ്ടാണ് ആർക്കാ സമാധാനം ഉള്ളത്? നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇപ്പം സമാധാനത്തോടെയാണ് ഇരിക്കുന്നത്. പ്രസിഡന്റ് സമാധാനത്തോടെയാണ് ഇരിക്കുന്നത്. മുഖ്യന്മാർ സമാധാനത്തോടെയാണ് ഇരിക്കുന്നത്. പരവേശം പിടിച്ചിരിക്കുക, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക. പോലീസുകാർക്ക് സമാധാനമുണ്ടോ? ഈയിടെ ഒരു SI കണ്ടപ്പോൾ SI പറയുന്നത് ഒരു സമാധാനവുമില്ല,
യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർ കള്ളസാക്ഷിയെ നിർത്തി അവരെ അടുത്ത പരിപാടി നോക്കും, അവരെ പിടിച്ച് കുരുക്കും. സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, നിവൃത്തികേട് കൊണ്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ട് മാറിപ്പോയനായിരുന്നെന്ന്. അങ്ങനെയുള്ളവരുമുണ്ട്. ഒരിടത്തും ഒരു സമാധാനമല്ല. കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടോ? തലമുറകളുടെ വിഷയത്തിൽ സമാധാനമുണ്ടോ? ഒന്നുമില്ല. ഇതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ കാവൽക്കാരാ. അപ്പോൾ യെരുശലേമിനെ മതിന്മേൽ കാവൽക്കാരെ ആക്കി വെച്ചിരിക്കുക. ശത്രു ഏത് സമയത്തും അറ്റാക്ക് ചെയ്യുക. അതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കുക. കാവൽക്കാരായ നാം എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. അടുത്ത പദമെന്ന് പറയുന്നത് യെരമ്യാ 6:17. 1-2 വാക്യങ്ങൾ വായിച്ചതിന് ശേഷം ഞാൻ ദൂതിലേക്ക് കടക്കാം. യെരമ്യാ 6:17 പറയുന്നു, ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെ ആക്കി കാഹളനാദം ശ്രദ്ധിക്കുവിനെന്ന് കൽപ്പിച്ചു. എന്നാൽ അവർ, ഇസ്രായേൽ ജനം, ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവം കൽപ്പിച്ചത് കാവൽക്കാരെ ആക്കി കാഹളനാദം കേൾക്കുവിനെന്ന് ദൈവം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് ശ്രദ്ധിക്കുകയില്ലെന്ന് മറുത്തു മത്സരിക്കുന്ന ദൈവജനം. റമനാതുരിയാന്തല. ഇന്നും അതല്ലേ സംഭവിക്കുന്നത്? മറുത്ത് മത്സരിക്കുക. എല്ലാ മേഖലകളിലും മറുത്ത് മത്സരിക്കുക. ആത്മീയഗോളത്തിൽ മറുത്ത് മത്സരിക്കുക. കുടുംബജീവിതത്തിൽ മറുത്ത് മത്സരിക്കുക. മത്സരമാണ്. സഭയിൽ മത്സരം, കുടുംബത്തിൽ മത്സരം, തലമുറകൾ മത്സരം, എല്ലാ മേഖലകളിലും മത്സരമാണ്. ഞാനൊരു ദൂത് നിങ്ങളോട് വിളിച്ചു പറയാം. ദൈവം തരുന്ന ആയുസ് ഓരോ ദിവസവും അത് ദൈവത്തിന് പ്രയോജനകരമായിട്ടുള്ളത്, ആർക്കും ഒരു ദോഷം ചെയ്യാതെ, ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ, ആരെയും കരയിപ്പിക്കാതെ, ആരെയും ദുഃഖിപ്പിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ പഠിക്കുക. നമ്മൾ മുഖാന്തരം എത്രയോ പേര് ദുഃഖിച്ചിട്ടുണ്ട്, എത്രയോ പേര് ഒഴുക്കിച്ചിട്ടുണ്ട്, എത്രയോ പേര് ശാപമിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്ത് ഒരു നല്ല കാവൽക്കാരനായി നമുക്ക് മാറാം. ദൈവജനത്തെ യഥാർത്ഥ പാതയിലേക്ക് നയിക്കാം. യെരമ്യാവിനോട് ദൈവം പറയുക 6:17, യഹോവയായ ദൈവം പറയുക, കാഹളനാദം ശ്രദ്ധിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ, കൽപ്പിച്ചപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഇന്നും അതല്ലേ നടക്കുന്നത്? തിരുവെഴുത്ത് എത്രയോ സത്യമാണ്. തിരുവെഴുത്തിലെ പ്രവചനങ്ങൾ എല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയല്ലേ? ആ തിരുവെഴുത്തുകളിലെ പ്രവചനം നിവൃത്തിയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാവൽക്കാർക്ക് നേരത്തെ പറഞ്ഞ 5 കൂട്ടം കാര്യം ഉണ്ടാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പണ്ട് കായംകുളത്തുകാരിങ്ങനെ പറയുമായിരുന്നു. എൻ്റെ കൊച്ചിനെ കെട്ടിക്കാൻ 100 പവൻ്റെ സ്വർണ്ണവും 100 ഏക്കർ സ്ഥലവും കൊടുക്കും, പക്ഷേ ഞാൻ ഈ പറഞ്ഞതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞതല്ല പ്രാവർത്തികമാക്കി കൊണ്ടുവരണം. പ്രാവർത്തികമാക്കുന്നതാണ് കാര്യം. ഇപ്പം യെരമ്യാവിനോട് പറഞ്ഞു, ഇസ്രായേൽ ജനം മറുത്ത് മത്സരി, ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല. നീ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കണ്ട. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്, ഞാനതിലേക്ക് കിടക്കുന്നില്ല. എൻ്റെ ചിന്താവിഷയത്തിലേക്ക് പറഞ്ഞത് അടുത്താണ് യെഹെസ്കേൽ 3:17. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3:17, 3-ന്റെ 1 മുതൽ 5 വരെ വായിച്ചാൽ അറിയാം. പലപ്പോഴും ഞാൻ, മനുഷ്യപുത്ര, നീ കാണുന്ന ചുരുൾ ഭക്ഷിക്കുക, തിന്ന് നിന്റെ ഉദരം നിറയ്ക്കുക, എന്നിട്ട് തടിച്ച നാവും കടുത്ത നെറ്റിയുള്ള ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ അരികിലേക്കല്ല,
നിന്നെ അയക്കുന്നത് സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ അരികെ. നീ പറയുന്നത് അവർ കേൾക്കുകയില്ല, അവർ വിഘടിക്കും, നിനക്കെതിരെ തിരിയും. ഇതൊക്കെ കർത്താവ് പറഞ്ഞു കൊടുക്കുക. 3:17 പറയും, ഞാൻ നിന്നെ, എന്നിട്ട് പറയുക, ഉദരം നിറച്ചവനോട്, തമിഴ് ട്രാൻസ്ലേഷൻ ചുരുൾ തിന്ന് കുടൽ നിറച്ചെന്ന്. ഉദരം നിറച്ചവനോട് കർത്താവ് 3:17 വരും, ഞാൻ ഈ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഈ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. ഉണ്ടോ? നമ്മൾ ഓരോരുത്തരും ആത്മീയരായ നാം ഓരോരുത്തരും കാവൽക്കാരാണ് ദൈവജനത്തിൻ്റെ. അവർ തെറ്റിപ്പോകുന്ന ജനമാ, അവർ ദൈവ വഴി വിട്ടുപോകുന്ന ജനമാ, ദൈവത്തോട് മറുത്തു മത്സരിക്കുന്ന ജനമാണെങ്കിലും ദൈവത്തിന് അവരോടുള്ള സ്നേഹം അടകമനകതുരിയ അർത്ഥവേദജാലരഘടകക്ഷി. ദൈവത്തിന് സ്നേഹം പറയുന്നു, ഉദരം നിറയ്ക്ക്, വചനം ഭക്ഷിച്ച് ഉദരം നിറയ്ക്ക്, എന്നിട്ട് നീ ഇസ്രായേൽ ജനത്തിന് കാവൽക്കാരനായി നിൽക്ക്. നിന്നെ ഞാൻ അവർക്ക് ആക്കി വെച്ചിരിക്കുകയാണ് ദൈവം പറയുക. നമുക്ക് മാറാൻ പറ്റൂല. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്ന് നമുക്ക് മാറിപ്പോകാൻ പറ്റത്തില്ല. മാറിപ്പോകുന്നവരുണ്ട്. അതൊന്നും യഥാർത്ഥ മാനസാന്തരപ്പെട്ട് വന്നതൊന്നും അല്ല. യഥാർത്ഥ കാവൽക്കാരനാണെങ്കിൽ ദൈവം പറയുന്നത് കേട്ട് ചെയ്യും. അതിന് ഒരു ദൂത് കൂടെ തന്നിട്ട് വിഷയത്തിലേക്ക് കടക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ തന്നെ ചെയ്യുവാൻ ഇടവരുത്തുന്നു. സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുന്നു. എന്നിട്ട് അടുത്ത പദമാണ്, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണ്ടേ, അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് നന്നല്ല. അത് ആടുകളോട് പറയുന്നത്. നേരത്തെ മുഴുവനും പറഞ്ഞത് കാവൽക്കാരോടാണ്. നിങ്ങളെ ഉത്തമഗീതം 3:3 പഠിക്കുമ്പോൾ, എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ശൂനേക്കാരി പട്ടണത്തിലേക്ക് ഓടുക. പട്ടണത്തിലേക്ക് ഓടിയപ്പോൾ കാവൽക്കാരെന്ത് ചെയ്യുന്നുണ്ട്? നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുക. ഞാനിവിടെ 1-2 ആത്മീയ ദൂത് പറയാം. സഭ നടത്തുന്നവർ കാവൽക്കാരായിരിക്കുന്ന ദൈവജനം ചുറ്റി സഞ്ചരിക്കാൻ ഓടരുത്. ഇന്ന് ഞായറാഴ്ച പ്രാർത്ഥനയും കഴിഞ്ഞ്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയും കഴിഞ്ഞ് ഒരു ഓട്ടം ഓടും, ചുറ്റി സഞ്ചരിക്കാൻ പോകും. നല്ലതല്ല കേട്ടോ. ഒട്ടച്ചല്ലും കളിവാക്കും പറഞ്ഞ് നല്ലതല്ല. അതുമൂലം അനേക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം പഠിച്ചു നോക്ക്. 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നിങ്ങൾക്കറിയാം. യാക്കോബിൻ്റെ മകൾ യാക്കോബിന് ലേയയിൽ ജനിച്ച ദീന എന്ന മകൾ ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയി. അതുകൊണ്ട് ദേശത്തിലെ പ്രഭു ആയിരുന്ന ഹാമോറിൻ്റെ മകൻ ശേഖേം, ആ സംഭവങ്ങളെല്ലാം അറിയാലോ. ശേഖേം അവളോട് കാണിച്ച ക്രൂരത മനസ്സിലായല്ലോ. ചുറ്റി സഞ്ചരിക്കാൻ പോയതാ. ഞാൻ ആ ഭാഗം വിടുക. അതുകൊണ്ട് 2 കാര്യമാണ്. ഒന്ന്, യാക്കോബ് സുക്കോത്തിൽ കൂടാരമടിച്ചിട്ട് നേരെ ശെക്കേമിലേക്ക് പോയി താമസം. ബഥേലിലേക്ക് പോകേണ്ടവൻ ശെക്കേമിലേക്ക് പോയി. ശെക്കേമിലെ സ്ഥിരവാസം 2 കുഴപ്പം നടന്നു. മകൾക്ക് ഉപദ്രവമുണ്ടായി, ശാരീരികമായി പീഡനമുണ്ടായി.
2 ശിമയോനും ലേവിയും വാളെടുത്തു കൊലപാതകന്മാരായി മാറി. ചുറ്റിസഞ്ചാരത്തിന് പോയതുമൂലം നടന്നതും ശേഖേമിലെ സ്ഥിരവാസം. അതുകൊണ്ട് ദൈവം പറഞ്ഞ് അവിടെ നിന്ന് വിട്ടോളാൻ പറഞ്ഞു, ഇവിടം കൊണ്ട് നിർത്തണ്ടെന്ന്. അതുകൊണ്ട് ചുറ്റിസഞ്ചാരം നിർത്ത്, നിങ്ങൾ എവിടെ വേണമെങ്കിലും പോക്കോ, എനിക്കതിനകത്ത് ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾ പോകും, എനിക്കെതിരല്ല. ഞാൻ പറയാം, യഥാർത്ഥ കാവൽക്കാരനെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യണം. അതാണ് പറഞ്ഞത്. യഥാർത്ഥ കാവൽക്കാരനെ ഏൽപ്പിച്ച ദൗത്യം ചെയ്താൽ മതി. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ശൂന്യക്കാരി ഉത്തമഗീതം 3-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് പോയി. ശൂന്യക്കാരി എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ചോദിച്ചപ്പോൾ ഇവന്മാർ നഗരത്തിൽ, എൻ്റെ ഒരു ആത്മീയ ചിന്തയാണ്, നഗരത്തിൽ ചുറ്റി സഞ്ചരിച്ച് നടക്കുന്നവനാ. അവന്മാർക്ക് പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല, അപ്പം അതവിടെ ഇല്ല. ഞാൻ പറയുക, ഞങ്ങൾ കണ്ടില്ല. പിന്നെ അവൾ മുമ്പോട്ട് ഓടിയെന്നായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവന്മാർ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവൾ മുമ്പോട്ട് ഓടത്തില്ലല്ലോ. അപ്പം കാവൽക്കാരന്മാരെ ചുറ്റി സഞ്ചരിക്കാൻ നടക്കരുത്. ഈ ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കണം, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങണ്ടേ, വാളം പിടിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നൊന്നും ചോദ്യം ഇങ്ങോട്ട് വേണ്ട. അങ്ങനെ ചോദിച്ചാലും അതിന് മറുപടിയുണ്ട്, അതിന് വേറെ പണിയുണ്ട്. പക്ഷേ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 1-2 ദൂത് പറയാം. ഓരോ വ്യക്തികളെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ എപ്പോഴും പറയാറുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7:20-21 വാക്യം നിങ്ങൾ വായിച്ചോണ്ട്. നീ ദാസനായിരിക്കാനാണോ ദൈവം നിനക്ക് കൃപ തന്നത്? നിനക്ക് സ്വതന്ത്രനാകുവാൻ മനസ്സുണ്ടെങ്കിൽ നീ അതിൽ തൃപ്തിപ്പെട്ട് അതിലിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോ പോയിന്റുകൾ താഴോട്ടെടുത്ത് പറഞ്ഞിരിക്കുക. ചെറിയൊരു ജോലിയാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചത്, അതിൽ വിശ്വസ്തത കാണിക്കുക. അത് കമ്പനിയിലാകട്ടെ, ഏത് മേഖലകളിലാകട്ടെ, ആത്മീയകൂളത്തിലാകട്ടെ, ശുശ്രൂഷാ തലങ്ങളിലാകട്ടെ, കൃപാപര ശുശ്രൂഷകളിലാകട്ടെ, അതിൽ സത്യസന്ധത, ലോയൽറ്റി, സിൻസിയറിറ്റി, ആത്മാർത്ഥത, ലോയൽറ്റി, ആത്മാർത്ഥത കാണിക്കണ്ടേ? ചെയ്യുന്ന ജോലിയിൽ ഒരു ആത്മാർത്ഥത ഉണ്ടാകണം. അതാ പറഞ്ഞ ഈ കാവൽക്കാരോട്. അവരുടെ കാശിന് മാത്രമായിരിക്കരുത് നമ്മുടെ ചിന്ത, അവരിൽ നിന്ന് കിട്ടുന്ന ദശാംശത്തിന് മാത്രമായിരിക്കരുത് നാം. അങ്ങനെയുള്ള ദൈവാസന്മാരുണ്ട്, അല്ലെങ്കിൽ അല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള ആഗ്രഹമില്ലാത്ത ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ട്. കൊറോണ കാലത്ത് പോലും ഇങ്ങോട്ട് വരരുത് പാസ്റ്ററേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മല്ലപ്പള്ളിയിലുള്ള ഒരു ദൈവദാസൻ, മല്ലപ്പള്ളിയിലുള്ള കല്ലുമല ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് ഞാൻ പറയാം, പാപ്പച്ചൻ പാസ്റ്റർ. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? അന്ന് നിങ്ങളെ നോക്കാൻ എന്നെ കാവലേൽപ്പിച്ചത് എന്നെയാ. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാനവിടെ വരണം. അത് എൻ്റെ ദൗത്യം, എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്. ഞാൻ അദ്ദേഹത്തെ ക്ഷയിക്കാൻ കൊടുത്തു. അപ്പോൾ നല്ല ദൈവാസം കാവൽക്കാരും ഉണ്ട്. കൊറോണയാണ് ഈ അടുത്ത സമയത്താണ് ഞാൻ ഈ വിവരം അറിയുന്നത്. 1 മാസം പോലും ആയില്ല. പേരെടുത്ത് പറഞ്ഞത് പേരെടുത്ത് പറയേണ്ടതിനെ പേരെടുത്ത് പറയണം, നല്ലതിനെ നല്ലതെന്ന് പറയണം. കുറേ ദൈവദാസന്മാർ മല്ലപ്പള്ളിയിലുള്ള എനിക്കറിയാം. വള്ളംകുളത്തുള്ള കുറേ ദൈവദാസന്മാരെ അറിയാം. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുക. അവരെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു 3-4 മാസം കൊണ്ട് കുറേ പേരെ പരിചയപ്പെടുവാൻ എനിക്കിടയായി. അല്ലാതെ ആരും നല്ലവരില്ലെന്നല്ല, കാവൽക്കാരില്ലെന്നല്ല, കാവൽക്കാരും ഉണ്ട്. ഇതുപോലുള്ള കാവൽക്കാരുണ്ട്. അതിനൊരാളാണ് ദാവീദ്. ഈ പറഞ്ഞവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ദാവീദ്. എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അഭിഷേക തൈലം വീണ് വീണ്ടും ആടുകളെ നോക്കുവാനായിട്ട് പോയപ്പോൾ ഒരു കരടിയും സിംഹവും ഒക്കെ അങ്ങോട്ട് വന്നെന്ന് സമൂഹലടി 1-ാം പുസ്തകം 16-ാം അധ്യായം 17-ാം അധ്യായം പഠിച്ചാൽ മതി. 17-ാം അധ്യായം 33, 34, 35 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ
അഭിഷേകം നഷ്ടപ്പെട്ട് ഗോലിയാത്തിന്റെ വെല്ലുവിളിക്ക് മുൻപിൽ പേടിച്ച് ഭയപ്പെട്ട് ഏലാ താഴ്വരയിൽ ജനത്തെ 40 ദിവസം ആരാധനയ്ക്ക് പോകുവാൻ മുൻപോട്ട് വിടുവാൻ കഴിയാതെ ഒരു ഗോലിയാത്ത് നിന്ന് വെല്ലുവിളിക്കുമ്പോൾ ശൗല് ഭയപ്പെട്ടിരിക്കുന്നു. ഇശായിയുടെ മൂത്ത മക്കള് പേടിച്ച് മാറി നിൽക്കുന്നു. ഫെലിസ്ത്യ മല്ലന്റെ വെല്ലുവിളി കേട്ടുകൊണ്ട് 17-16 ആ ഫെലിസ്ത്യൻ, ശമൂവേൽ എഴുതിയ 1 പുസ്തകം 17-16, ആ ഫെലിസ്ത്യൻ രാവും പകലും അവൻ മുടങ്ങാതെ മുമ്പോട്ട് വന്ന് നിന്നത് ആരാധന മുടക്കി വന്ന് നിൽക്കുക. ആത്മീയ ശത്രു ആ ഫെലിസ്ത്യൻ. ഞാനൊരു ദൂത് പറയാം, ആരും പോകുന്നില്ല. അപ്പോൾ ദാവീദ് പറഞ്ഞു 17 ശമൂവേൽ എഴുതിയ 1 പുസ്തകം 12, 33, 34, 35, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു കരടി വന്നു എൻ്റെ അപ്പൻ്റെ ആടുകളെ പിടിക്കുവാൻ. ഞാനതിനെ അലിച്ചു കൊന്നു. അതിനെ ഞാൻ ആടിനെ രക്ഷിച്ചു. സിംഹം വന്നു, കരടി വന്നു, അതിനെയൊക്കെ വലിച്ചു കീറി ഞാൻ ആടിനെ രക്ഷിച്ചു. നമ്മളാണെങ്കിൽ ആടിനെയും വിട്ടിട്ട് ആട് പോയാൽ പോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് പിന്നെ മുണ്ടില്ലല്ലോ, പാൻറ്റും വലിച്ച് ഉറുക്കി കൊടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം ഓടും. പണ്ട് നിങ്ങൾ മല്ലനും മാധേവനെന്നും പറഞ്ഞ ഒരു കഥ കേട്ടിട്ടുണ്ട്. മല്ലനും മാധേവനും കൂടെ കാട്ടിൽ സഞ്ചരിക്കാൻ പോയപ്പോൾ കാട്ടിൽ കൂടെ നടന്ന് പോവുക, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പോയപ്പോൾ ഒരു പുലി വന്നപ്പോൾ മല്ലൻ എന്ത് ചെയ്തു? ചാടി മരത്തെ കയറിയിരുന്നു. മാധവന് ചാടിക്കയറാനുള്ള അവസരം കിട്ടില്ല. മാധവൻ എന്ത് ചെയ്തു? നിലത്ത് കിടന്ന് ശ്വാസം വിടാതെ കിടന്നു. ഈ സാധനം പുലി വന്ന് നോക്കി മണപ്പിച്ച് നോക്കിയപ്പോൾ അവൻ ജീവനില്ല, ചത്തതാണ്. ചത്തതിനെ അവർക്ക് വേണ്ടല്ല, ജീവനുള്ളതിനെ മതിയല്ല. ജീവനുള്ളവൻ മോളിൽ കയറി നിന്നു. അവൻ മോളിൽ കയറി നിന്നുകൊണ്ട് താഴോട്ട് നോക്കുക. പുലി ഇവൻ്റെ ചെവിയിലും കണ്ണിലും മൂക്കിലുമൊക്കെ മണപ്പിച്ച് ശരീരത്തിൽ ആകമാനം മണപ്പിച്ചതിനനന്തരം പുലി കടന്നുപോയി. പുലി പോയെന്നറിഞ്ഞിട്ട് മല്ലൻ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, മാധവ, പുലി എന്തുവാ നിന്നോട് പറഞ്ഞേ? അപ്പം മാധവൻ ഒരു കാര്യം പറഞ്ഞതാ എന്നെ ചിന്തിപ്പിച്ച്. മാധവൻ പറഞ്ഞു, നിന്നെ പോലുള്ളവനെ വിശ്വസിക്കരുതെന്നാ പുലി പറഞ്ഞിട്ട് പോയത്. പുലി പറഞ്ഞിട്ട് പോയത് നിന്നെ പോലുള്ളവനെ വിശ്വസിക്കരുതെന്ന്, അതാണ് പറഞ്ഞിട്ട് പോയത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ കരടി വന്നു, സിംഹം വന്നു, അതിനെ വലിച്ചു കീറി ആടുകളെ രക്ഷിച്ചു. കറേജ്, ധൈര്യം, ആത്മനിറവ് പ്രാപിച്ചവൻ, അഭിഷേകമുള്ളവൻ അവൻ ഓടത്തില്ല. ആത്മാവിൻ്റെ നിറവുള്ളവൻ, കൃപമേൽ കൃപ പ്രാപിച്ചവൻ, ആത്മശക്തിയുള്ളവൻ ഓടത്തില്ല. എനിക്കൊത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആ സ്ഥലത്ത് നിന്ന് പറയാനുണ്ട്. അനുഭവം എന്നെ കേൾക്കുന്ന ഒരു സഹോദരനുണ്ട് മംഗലാപുരമല്ല, ഉടുപ്പി ജില്ലയിൽ ഗംഗനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാൻ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ബ്രദറും കൂടെ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഒരു ഭൂതത്തെ ഓടിക്കാനായിട്ട് ഒരിടത്ത് പോയതാണ്. ഒരു ഗ്രാമത്തിൽ കടന്നു പോയതാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു പാലം കടന്ന് അങ്ങോട്ട് ചെല്ലണം, ഒരു തടിപ്പാലമാണ്. ഇദ്ദേഹം മുമ്പേ വഴികാട്ടിയായിട്ട് പോവുക. പാലത്തിലോട്ട് കാല് വയ്ക്കാൻ തുടങ്ങിയ ഒരു കാള ചീറിപ്പാഞ്ഞ് ഒരൊറ്റ വരവാ പാലത്തിൻ്റെ അവിടോട്ട് വന്ന് നിന്ന്. ഇദ്ദേഹം പേടിച്ച് പുറകിലോട്ട് ചാടി. പിന്നെ മുന്നോട്ട് വരുന്നുണ്ടപ്പോൾ ഇദ്ദേഹത്തെ പുറകിലാക്കിയിട്ട് ഞാൻ മുൻപിൽ നിന്നു. അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ട്. മുൻപിൽ നിന്നു. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെന്നാ പറഞ്ഞേ. അവിടെ നിന്ന് അധികാരത്തോടെ പറഞ്ഞ് ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഭൂതം ബാധിച്ച പെൺകുട്ടി പറയുക, ഞാനാ കാളയെ പറഞ്ഞു വിട്ടത്. നിങ്ങളെ ഈ പാലം കടന്ന് ഈ വീട്ടിൻ്റെ മുറ്റത്തോട്ട് ആരെയും കയറ്റാതിരിക്കാൻ ഞാനാ പറഞ്ഞു വിട്ടതെന്ന്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാള എവിടെ നിന്ന് വന്നു, ഏതാണെന്നൊന്നും അറിയത്തില്ല. അതിൻ്റെ കഴുത്തെ കയറില്ല, ഒന്നുമില്ല.
നിങ്ങളതൊന്നും വിശ്വസിച്ചാലില്ലെങ്കിൽ കേൾക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എൻ്റെ ചിന്താ വിഷയത്തിലേക്ക് വരട്ടെ. ആരാണ് ആത്മീയ കാവൽക്കാർ? എന്തിനാണ് നമ്മെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നത്? ആടുകൾക്കൊരു പ്രശ്നം വരുമ്പോൾ നാം അവിടെ ഉണ്ടാകണം. അവരുടെ കഷ്ടതയിൽ നാം അവിടെ ഉണ്ടാകണം. അല്ലാതെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യോശുവ ഭക്തൻ പറഞ്ഞ് യോശുവ 24:15 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ധൈര്യത്തോടെ ദൈവദാസന്മാർ എഴുന്നേൽക്കട്ടെ, ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടട്ടെ. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്താണ്? ദൈവം പറയുന്നത് കേൾക്കുക, തിരിച്ചവരോട് പറയുക. നമ്മളെ യെഹെസ്കേലിനെ കാവൽക്കാരനാക്കി വെച്ചതുപോലെ അനേക ദൈവദാസന്മാരെ ദൈവം കാവൽക്കാരനാക്കി വെച്ചതുപോലെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ അന്ത്യം വരെയും നിലനിന്ന് അവരുടെ ശുശ്രൂഷ തികച്ച് കർത്താവിൽ പ്രിയം വച്ചിടത്തേക്ക് അവർ പോയി. അവരുടെ പ്രത്യാശ അതായിരുന്നു. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. നമ്മളെ ഇതൊരു വലിയൊരു ഇക്കിളിപ്പെടുത്തുന്ന ദൂതല്ല. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് വാക്യങ്ങളുണ്ട്. പട്ടണ കാവൽക്കാർ, സൂക്ഷിപ്പുകാർ, സാധന സൂക്ഷിപ്പുകാർ, ഇങ്ങനെ ഒരുപാട് കാവൽക്കാരെ കുറിച്ച് തിരുവെഴുത്ത് പറയുക. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ദാവീദിനെ നോക്കിക്കേ, തൻ്റെ ജീവനെ പണയം വച്ച് താൻ കരടിയോട് പോരാടി. തൻ്റെ ജീവനെ പണയം വെച്ച് സിംഹത്തോട് പോരാടി ആടിനെ രക്ഷിച്ചു, ജീവനോടെ രക്ഷിച്ചെന്നാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു ചിന്ത തരാം. അപ്പൻ്റെ ആടുകളെ മോഷ്ടിക്കുന്നവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഒന്ന് കരടിയുടെ ആത്മാവാണ്, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല. 2 സിംഹത്തിൻ്റെ ആത്മാവാണ്. ഇതാണ് ആടുകളെ മോഷ്ടിക്കുന്നത്. അപ്പൻ്റെ ആടുകളെ മോഷ്ടിക്കാൻ വരുന്നത് ഒന്ന് കരടിയുടെ ആത്മാവും 2 സിംഹത്തിൻ്റെ ആത്മാവുമാണ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവവചന അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ദാവീദിനെ ഏൽപ്പിച്ച അഭിഷേകമുള്ള താമേൻ 16:13 ശമൂവേൽ എഴുതിയ 1 പുസ്തകം 16:13 തൈലക്കൊമ്പിൽ തൈലമൊഴിച്ചവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവനിൽ വ്യാപരിച്ച ശക്തിയാണ് കരടിയെ കൊന്നതെങ്കിൽ, വലിച്ചു കീറിയതെങ്കിൽ, സിംഹത്തെ വലിച്ചു കീറിയതെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലും വ്യാപരിക്കട്ടെ. ഭയത്തിൻ്റെ ആത്മാവല്ല, ദാസ്യത്തിൻ്റെ ആത്മാവല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ മാറ്റി അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, ധൈര്യത്തിൻ്റെ ആത്മാവിനെ, ബലത്തിൻ്റെ ആത്മാവിനെ, ശക്തിയുടെ ആത്മാവിനെ നമുക്ക് പ്രാപിച്ച് നമുക്ക് ഈ നാളുകളിൽ മുൻപോട്ട് പോകാം, യഥാർത്ഥ കാവൽക്കാരായിത്തീരാം. ഇന്നലെ വരെ അതുപോലെ ലണ്ടനിൽ ബ്ലസൻ പാസ്റ്റർ, സുവാർത്ത ചർച്ചിൻ്റെ ബ്ലസൻ പാസ്റ്റർ, ഞാൻ അദ്ദേഹത്തെ കൊറോണ കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. ധൈര്യശാലിയാണ്. ധൈര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സുഖമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കൊറോണ കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് പക്ഷേ നമുക്ക് പ്രാർത്ഥിച്ച് പോകാം, വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് പിന്നെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പോയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് പറയുക, ധൈര്യശാലികളാ. ഞങ്ങൾക്ക് കൊറോണ വന്നാലും പ്രശ്നമില്ല പാസ്റ്ററെ, നമുക്ക് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങൾ കൊറോണ പിടിച്ച് കിടക്കുന്നു, നമുക്ക് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എന്നെയും വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തെ പറയാതിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അനേക ദൈവദാസന്മാർ ധൈര്യശാലികളുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോണമേ, ആത്മീയ കാവൽക്കാരായ നാം ആടുകൾക്ക് വേണ്ടി, കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുന്നു.
ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുവാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. കരടിയെ കണ്ട് ഓടണ്ട, സിംഹങ്ങളെ കണ്ട് ഓടണ്ട. ഞാനും മംഗലാപുരത്ത് ശിരൂരെന്ന് പറഞ്ഞ സ്ഥലത്ത്, ഉടുപ്പി ജില്ലയിൽ ശിരൂരെന്ന് പറഞ്ഞ എബ്രാം പാസ്റ്ററും കൂടെ ഒരു വനത്തിനകത്ത് പോയി സുവിശേഷവും പറഞ്ഞിട്ട് തിരികെ വരുമ്പോൾ മുൻപിൽ നിൽക്കുന്ന ഒരു കാട്ടുപോത്ത് കൂട്ടം തെറ്റി നിൽക്കുക. ആകെ ഒരു ബൈക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. അതിൻ്റെ സെൻറ്ററിൽ കയറി ഇങ്ങനെ നിൽക്കുക. അദ്ദേഹവും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം കേൾക്കുന്നോ ഇല്ലെന്ന് അറിയത്തില്ല. ബൈക്ക് തപ്പത് ഞങ്ങൾ പാട്ടും പാടിക്കൊണ്ട് വരിക, ഒരു കന്നഡ പാട്ടും പാടിക്കൊണ്ട് രണ്ടുപേരും കൂടി ഇരുന്ന് പാടിക്കൊണ്ട് വരിക. കൊടും വനമോ, മൈസൂർ വനമോ. മൈസൂർ വനത്തിൻ്റെ ഒരു സൈഡാണ് നാഗവള്ളി എന്ന് പറയുന്ന സ്ഥലം. നാഗവള്ളി വരെ പോകണ്ട, അതിനിപ്പുറം. അപ്പോൾ പറഞ്ഞത് കാട്ടുപോത്ത് സെൻറ്ററിൽ നിൽക്കുക, ഒരു ആനയുടെ അത്രയും വലിപ്പമുള്ളൊരു കാട്ടുപോത്ത്. എന്നോട് പറഞ്ഞ പാസ്റ്ററെ, അതാ നിൽക്കുന്നു കാട്ടുപോത്ത്, ഒറ്റ തിരിഞ്ഞാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ വണ്ടി ഓഫ് ചെയ്യും, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ചു, മൗനമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ലൈറ്റ് ഇടാൻ പറഞ്ഞു. ലൈറ്റ് ഇട്ടപ്പോൾ അതിനെ അവിടെ കാണാനില്ല. ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. യഥാർത്ഥ കാവൽക്കാരനെ കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. കഷ്ടതകളും ശോധനകളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായാലും ആ യഥാർത്ഥ ഭക്തൻ, യഥാർത്ഥ കാവൽക്കാരനായി നിൽക്കുന്നവൻ, അവൻ ദൈവത്തെ തള്ളിപ്പറയുകയോ കർത്താവിന് വിട്ടു പോവുകയോ ആടുകൾക്കൊരു പ്രശ്നം വന്നാൽ മാറി നിൽക്കുകയോ ചെയ്യത്തില്ല. അവൻ ഉറച്ചു നിൽക്കും. ആ ദൈവത്തിൻ്റെ കരത്തിൽ നമ്മളെ കൊടുക്കണം പൂർണ്ണമായി. ഏത് പ്രശ്നത്തിനും പരിഹാരം തരുവാൻ ഒരുവനുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ ദൈവപ്രവൃത്തി ഉണ്ടാകും. ഞാനൊരു ചിന്ത കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാനായി താല്പര്യപ്പെടുന്നു. ഒത്തിരി കാവൽക്കാരെ ഉണ്ട് ബൈബിളിൽ. യഥാർത്ഥ കാവൽക്കാരൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണെന്ന് ഉൽപ്പത്തി പുസ്തകം 3:24 വാക്യം വായിക്കുമ്പോൾ അവിടെ ഉണ്ട്. ആദാം ഹൗവ ദമ്പതികൾ പാപം ചെയ്തതിനനന്തരം അവര് ഒരു ഒരു കുഞ്ഞാടിനെ നെള്ളായി നിൽക്കുന്ന ഒരു ആടിനെ അറുത്ത്, കൊരിന്ത്യർ 5:7 പറയുന്നത് പോലെ ഒരു കുഞ്ഞാടിനെ അറുത്ത് അവരെ തോലുടുപ്പിച്ച് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അവരെ തോട്ടത്തിന് പുറത്താക്കിയതിനനന്തരം 2 കെരൂബുകളെ കാവൽ നിർത്തി, മിന്നുന്ന വാളുമായി കറങ്ങി നിൽക്കുന്ന വെട്ടുവാൻ വാളുമായി നിർത്തി. അതാണ് ഒന്നാമത്തെ കാവൽ. ആര് കയറിയാലും വെട്ട്, എങ്ങോട്ട് തിരിഞ്ഞാലും വെട്ട. ഗേറ്റിൻ്റെ 2 സൈഡിലും ദൂതന്മാർ മിന്നുന്ന വാളുമായി ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുക. വെട്ടുകൊള്ളാൻ പേടിച്ച് എല്ലാവരും മാറി നിൽക്കുമ്പോൾ സക്കറിയ പ്രവാചകന് കിട്ടി, വാളെ ഇടയനെ വെട്ടുക. ആടുകൾ ചിതറേണ്ടതിന് ഇടയനെ വെട്ടുക. അതാ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ചിന്തയിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രവചനം കിടക്കുക. ഈ യേശു ക്രിസ്തു നാം വെട്ടുകൊള്ളേണ്ട സ്ഥാനത്ത്, നാം മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വെട്ടേറ്റു. ഏദൻ പറുദീസയുടെ വാതിലടയ്ക്കപ്പെട്ടു. മനുഷ്യൻ്റെ പാപം മൂലം ഏദൻ പറുദീസ അടയ്ക്കപ്പെട്ടു എങ്കിൽ സ്വർഗീയ പറുദീസ ഈ വെട്ടുകൊള്ളാൻ ഒരാൾ വേണമല്ലോ. ആ വെട്ടുകൊണ്ടത് മൂലം, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ കീറി മുറിച്ചത് മൂലം, വെട്ടുകൊണ്ടത് മൂലം വാളെ ഇടയനെ വെട്ടുക. അർഗാരകൽക്കമനം എന്താണ്? ഇടയനെ വെട്ടുകൊണ്ടു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്
യഥാർത്ഥ കാവൽക്കാരനായി ഇന്നും ജീവിക്കുന്നു. 121 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, 1 മുതൽ 6 വരെ വായിച്ചാൽ നിങ്ങൾക്കറിയാം. ഇസ്രായേലിൻ്റെ പരിപാലകൻ, അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ആ കർത്താവായ യേശുക്രിസ്തു നമുക്ക് യഥാർത്ഥ കാവൽക്കാരനായി രാപ്പകൽ മയങ്ങാതെ ഉറങ്ങാതെ ഇരിക്കുന്നു. നമ്മളെ കാക്കുവാൻ, നമ്മുടെ രാജ്യത്തെ കാക്കുവാൻ, നമ്മുടെ ഭരണാധികാരികളെ കാക്കുവാൻ, നമ്മുടെ മുഖ്യന്മാരെ കാക്കുവാൻ, നമ്മുടെ കുടുംബത്തെ തലമുറകളെ കാക്കുവാൻ അവൻ മയങ്ങാതെ ഉറങ്ങാതെ ഇരിക്കുന്നു. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ അവൻ തീരുമാനിക്കുക എന്തൊക്കെയാണ് നടക്കേണ്ടത്, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇതൊക്കെ തീരുമാനിക്കുന്നത് യഥാർത്ഥ കാവൽക്കാരനായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക എല്ലാ കാവൽക്കാരും. അപ്പോൾ ഈ കാവൽക്കാർക്കൊക്കെ പ്രശ്നമുണ്ടോ, അവർക്ക് വെട്ടുകൊള്ളുമോ എന്നൊക്കെ ചോദിച്ച് ഇതെല്ലാം സംഭവിക്കാം. പക്ഷെ കർത്താവ് അറിയാതെ ഒരു മുടി പോലും പൊഴിയത്തില്ല. യേശുക്രിസ്തു അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഒരേ ഒരു കാര്യം വിചാരിച്ചു കൊള്ളണം, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി നാളുകളിൽ വെളിപ്പെടേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ നാം ആയിരിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ യഥാർത്ഥവണ്ണം ചെയ്ത് ദാവീദിനെ പോലെ, യെഹെസ്കേലിനെ പോലെ, യിരെമ്യാവിനെ പോലെ, യെശയ്യാവിനെ പോലെ യഥാർത്ഥ കാവൽക്കാരായി, നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല കാവൽക്കാരായിരിക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിലും നേരത്തെ പറഞ്ഞതുപോലെ 5 കാര്യം ഉണ്ടാകണം. പോലീസുകാരൻ്റെ കാര്യം പറഞ്ഞതുപോലെ 5 കാര്യം യഥാർത്ഥ കാവൽക്കാരനുണ്ടാകണം. അതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി നാളുകളിൽ വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടട്ടെ. അതിനായി ഏൽപ്പിച്ചു കൊടുക്കുക. യഥാർത്ഥ കാവൽക്കാരനായ ക്രിസ്തു നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തെ കാത്തു പരിപാലിക്കട്ടെ, നിങ്ങളുടെ തലമുറകളെ കാത്തു പരിപാലിക്കട്ടെ, നമ്മുടെ രാജ്യത്തെ കാത്തു പരിപാലിക്കട്ടെ. എല്ലാ ജാതി മത സംഘടനാ ഭേദമെന്നെ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം കാത്തു പരിപാലിക്കട്ടെ. അതുകൂടെ പടീനെയും അടിയൻ്റെ കുടുംബത്തെ 3 കുഞ്ഞുങ്ങളെയും കർത്താവായ യേശുക്രിസ്തു കാത്തു പരിപാലിക്കട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുപാട് വാക്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഒരുപാട് വാക്യങ്ങളൊക്കെ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. കുറിവാക്യമായിട്ടും അല്ലാതെയായിട്ടൊക്കെ ഒരുപാട് വാക്യങ്ങളുണ്ട്. യഥാർത്ഥ കാവൽക്കാരൻ സൂക്ഷിപ്പ്, കാവൽക്കാരനൊരു കാരാഗ്രഹ സൂക്ഷിപ്പുകാർ, ഒരുപാട് വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. യഥാർത്ഥ കാവൽക്കാർ ആരാണെന്നുള്ളതൊക്കെ യഥാർത്ഥ ഒരുപാട് കാര്യങ്ങൾ തിരുവെഴുത്തുകളിൽ തന്നെ കാണുന്നുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഭവനത്തിന് കാവൽക്കാരായിരിക്കണമെങ്കിൽ നമ്മളൊരു 5 കാര്യം വേണ്ടേ? പൊളൈറ്റ്നസ്, P, O, ഒബീഡിയൻസ്, L, ലോയൽറ്റി, ആത്മാർത്ഥത, മറന്നു പോകല്ലേ, സിൻസിയാരിറ്റി, അതും കൂടെ ചേർത്ത് വേണമെങ്കിൽ സത്യസന്ധത. അപ്പം ഞാൻ പറഞ്ഞത് വരുന്നത് മനസ്സിലായല്ലോ. L, ലോയൽറ്റി, I, ഇൻ്റലിജൻറ്റ്, C, കറേജ്, E, എഫിഷ്യൻസി, കാര്യക്ഷമത. ഏത് കാര്യത്തിന് എടുത്ത് ചാടാതെ ആലോചിച്ച് 4 പേരുമായി ആലോചിച്ച് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഏത് വ്യക്തിക്കും അതതിൻ്റേതായ കഴിവുണ്ട്. അവരവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകളുണ്ട്. ആ കഴിവുകളെ നമ്മൾ അവഗണിക്കാതെ പാടാനാണോ, പ്രാർത്ഥിക്കാനാണോ, പ്രസംഗിക്കാനാണോ, പ്രവചിക്കാനാണോ, കൃപാവര ശുശ്രൂഷ ചെയ്യാനാണോ, അവരെയൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാം. ആരെയും ദ്രോഹിക്കാതെ, ആർക്കും വേദന ഉണ്ടാക്കാതെ. എബ്രായർ 13:17 നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാ. 13:17, 18 വാക്യങ്ങളൊക്കെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. 18, 19 വാക്യങ്ങളൊക്കെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാനതിലേക്ക് കടക്കുന്നില്ല. എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം ഞാൻ വിശ്വസ്തയോടെ ചെയ്യുവാൻ ഇടയാകട്ടെ. ഓരോ ദൈവദാസന്മാരും അതിന് പ്രാപ്തരാക്കട്ടെ. കുടുംബാംഗങ്ങളെ, വിശ്വാസ കുടുംബങ്ങളെ, ശുശ്രൂഷകന്മാർ, ശുശ്രൂഷകമാർ, സഹോദരിമാർ, എല്ലാവരെയും ദൈവം പ്രാപ്തരാക്കട്ടെ. അതിനുള്ള ധൈര്യം കൊടുക്കട്ടെ, അവർക്ക് അതിനുള്ള കാര്യക്ഷമത കൊടുക്കട്ടെ, അതിനുള്ള ആത്മാർത്ഥത കൊടുക്കട്ടെ. ആമേൻ. ആത്മാർത്ഥത കൊടുക്കട്ടെ, അനുസരണയോടെ ചെയ്യട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവപ്രവൃത്തി നാളുകളിൽ വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അല്പസമയം തിരുവെഴുത്തുകളെ കൂടെ ദൈവാത്മാവ് ഇടപെട്ടു. നന്ദി പറയുന്നു. ഏദൻ പർദീസയിൽ പോലും ആദാമിനെ കാവൽക്കാരനാക്കി, തോട്ടത്തിന് കാവൽക്കാരനായി നിയമിച്ചു എങ്കിലും അവിടെ മുതലേ തെറ്റിച്ചു കളഞ്ഞ വിവിധ സംഭവങ്ങൾ ഞങ്ങൾ തിരുവെഴുത്തുകളിൽ കാണുന്നു. എങ്കിലും യഥാർത്ഥ കാവൽക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നും തിരുവെഴുത്തുകളിൽ കൂടെ യഥാർത്ഥ കാവൽക്കാരുണ്ടെന്നും ആമേൻ തെളിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത്, തിരുവെഴുത്തുകളിൽ കൂടെ സഹായിച്ചതോർത്ത് നന്ദി പറയുന്നപ്പ. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. അടിയനായിരിക്കുന്ന ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ, അവർ കൊടുത്ത കുഞ്ഞുങ്ങൾ, ഇതിന് അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവർക്ക്, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, അവരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് അടിയനെ ഏൽപ്പിക്കുന്നു. ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ വിവിധ രാജ്യങ്ങളിലിരുന്ന് അടിയനെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ലോകത്തിൽ 5 വരങ്കരയിലും ശുശ്രൂഷിക്കുന്ന ദൈവഭൃത്യന്മാരെ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുകുട്ടികളെ, ശുശ്രൂഷകന്മാരെ, സഹോദരിമാരെ, ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാരെ, അവർക്ക് ദാനമായി കൊടുത്ത തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ഭരിക്കുന്ന ഞങ്ങളുടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. അതിന് 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ജഡ്ജിമാർക്കായി പ്രാർത്ഥിക്കുന്നു. വക്കീലന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. പോലീസ് മേലധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പോലീസുകാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെയും കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണം. രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അന്നന്ന് പോയി മത്സ്യം പിടിച്ചു കൊണ്ടുവന്ന് ജീവനെ പണയം വെച്ച് അവരും മത്സ്യം പിടിച്ചു കൊണ്ടുവരുന്ന അവരെ കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. രോഗിയായി കിടക്കുന്നവർ, പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടുവാൻ നിവൃത്തിയില്ലാത്തവർ, 2 കിഡ്നി നഷ്ടപ്പെട്ടവർ ഒത്തിരി പേരുണ്ടപ്പ. ഒരു ചികിത്സയ്ക്ക് കാശില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്നവരുണ്ട്. കരുണ കാണിക്കണമേ, മനസ്സലിയണമേ. വൈഡകൽക്കമന, ഒരു കനാന്യ സ്ത്രീയോട് കരുണ കാണിച്ച ദൈവം, കനാന്യ സ്ത്രീയുടെ മകളോട് കരുണ കാണിച്ച ദൈവം, ഒരു നായിനിലെ വിധവയോട് കരുണ കാണിച്ച ദൈവം, ഒരു കുരുടനായ ബർത്തിമായിയോട് കരുണ കാണിച്ച ദൈവം, ഈ പറഞ്ഞ വിഷയങ്ങളോട് കരുണ കാണിച്ച് അവർക്കെല്ലാവർക്കും വേണ്ടതായ സകലവിധ നന്മകളും കൊടുത്ത് അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, കടഭാരത്തിൽ മുങ്ങിയിരിക്കുന്നവർ, അടുത്ത നിമിഷം ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരും, കടഭാരത്താൽ ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്. അവരെ അവിടുന്ന് ആത്മഹത്യയിൽ നിന്ന് അവിടുന്ന് വിടുവിച്ച് ഈ തിരുവെഴുത്തുകളെ കേൾക്കുമ്പോൾ തന്നെ അവർക്കും വേണ്ടതായ വഴികളും മുഖാന്തരങ്ങളും ഒരുക്കി സ്വർഗത്തിലെ ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോണടയ്ക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, കഷ്ടപ്പെടുന്ന അനേകരുണ്ട് പിതാവേ. അവരോട് ദൈവം കരുണ കാണിക്കും, മനസ്സലിയും. പ്രാർത്ഥന കേട്ട അടിയനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിക്കാട്ട് സകലവും തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. മുഴുമഹത്വം അവിടെ നിന്ന് എടുക്കും. എല്ലാ പ്രിയപ്പെട്ടവരും, ജാതി മത സംഘടനാ വ്യത്യാസമല്ല, എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. മുഴുമഹത്വം അവിടെ നിന്ന് എടുക്കണം. അടിയനെ കുടുംബമായ 3 കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യും, അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. കൃപ കൂടിയിരിക്കണം. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്, വചനം കേൾക്കാത്തവരെ അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. വില്ലേജുകളിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും അവിടെ നിന്ന് കാക്കണം. അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുള്ള നന്ദി പറയുന്നു. മുഴുമഹത്വം അവിടെ നിന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻ്റ്ലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെയും ഇമ്മാനുവേലിൻ്റെ ചിറകിൻ കീഴിൽ എല്ലാവരെയും മൂടി മറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ